ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി എവിടെയാണ്? അമേരിക്ക അവകാശപ്പെടുന്നത് പോലെ ഗുരുതര പരിക്കേറ്റ് കോമയിലാണോ അദ്ദേഹം? ഫെബ്രുവരി 28-ലെ ഭീകരമായ വ്യോമാക്രമണത്തിന് ശേഷം മുജ്തബയെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ഇറാൻ ഭരണകൂടം അദ്ദേഹം സുരക്ഷിതനാണെന്ന് അവകാശപ്പെടുമ്പോഴും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മുജ്തബ ഖാംനെയി പരിക്കേറ്റ് ഒളിവിലാണെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് US. എന്താണ് യാഥാർത്ഥ്യം? മുജ്തബ ഖാംനെയി എവിടെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. പിന്നാലെ അധികാരമേറ്റ 3-അംഗ ഗാർഡിയൻ കൗൺസിൽ 56-കാരനായ മകൻ മുജ്തബ ഖാംനെയെ പുതിയ സുപ്രീം ലീഡറായി നിയമിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മാർച്ച് 12-ന് അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു. പക്ഷേ ഒരു ഫോട്ടോ മാത്രമായിരുന്നു സ്ക്രീനിൽ. പ്രസംഗം അവതാരക വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. ഖാംനെയെ കൊല്ലപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചെങ്കിലും മുജ്തബയുടെ അവസ്ഥ അതീവ രഹസ്യമായിരുന്നു. പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഒരു വീഡിയോ സന്ദേശം പോലും പുറത്തു വരാത്തത് ഊഹാപോഹങ്ങൾക്ക് കാരണമായി. ഇതിനിടെയാണ് ബ്രിട്ടീഷ് പത്രമായ ദി സണ്ണിൽ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. മുജ്തബ ഖാംനെയി നിലവിൽ കോമയിലാണ്. ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഒരു കാല് നഷ്ടപ്പെട്ടതായും കരളിനും വയറിനും ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. ടെഹ്റാനിലെ സീന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അതീവ സുരക്ഷയിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. ഇറാൻ ആരോഗ്യമന്ത്രിയും ട്രോമ സർജനുമായ മുഹമ്മദ് റസ സഫർഖണ്ഡി ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പത്നിയും സഹോദരിയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിലാണ് മുജ്തബയ്ക്ക് പരിക്കേറ്റതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് മുജ്തബയ്ക്ക് പരിക്കേറ്റെന്ന ആരോപണം ഉന്നയിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രൂപം തന്നെ മാറിയിട്ടുണ്ടാകുമെന്നാണ് ഹെക്സത്തിന്റെ ആരോപണം. പരമോന്നത നേതാവെന്ന നിലയിൽ ഖാംനെയി നടത്തിയ ആദ്യ അഭിസംബോധനയുടെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണെന്നും ഹെക്സത്ത് ചോദിച്ചു. ആരാണ് നിലവിൽ അധികാരത്തിലെന്ന് ഒരുപക്ഷെ ഇറാന് പോലും അറിയില്ലായിരിക്കാമെന്നും ഹെക്സത്ത് പരിഹസിക്കുന്നുണ്ട്. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മുജ്തബയുടേതായി ഒരു സന്ദേശം പുറത്തു വന്നു. പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ ശബ്ദമോ ദൃശ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു വാർത്താ അവതാരിക രേഖാമൂലമുള്ള ഒരു പ്രസ്താവന വായിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് നേരെയുള്ള ഭീഷണികളും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന പ്രഖ്യാപനവും ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണോ അദ്ദേഹം? അതോ ഇറാന്റെ ഷാഡോ സുപ്രീം ലീഡർ എന്ന നിലയിൽ അദ്ദേഹം തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത്. അഭ്യൂഹങ്ങൾ പടരുന്നതിനിടെ മുജ്തബ ജീവനോടെയുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ശ്രദ്ധയായി. മുജ്തബ ഖാംനെയി ഒരുപക്ഷെ പരിക്കേറ്റ് അവശനായ നിലയിലായിരിക്കാമെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നാണ് താൻ കരുതുന്നതെന്ന് ട്രംപ് പറഞ്ഞു. മുജ്തബ ഖാംനെയെ കുറിച്ചും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പ്രോഗ്രാം വഴിയാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. എക്സിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ പരമോന്നത നേതാവിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹെജാസി, ഇറാനിയൻ സുരക്ഷാ മേധാവി അലി ലാരിജാനി എന്നിവരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രങ്ങൾ ലഭ്യമായിട്ടില്ലാത്ത ചില നേതാക്കളുടെ പേരുകളും വിവരങ്ങളും ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇറാൻ ഭരണകൂടം ഈ വാർത്തകളെല്ലാം പാടെ തള്ളിക്കളയുകയാണ്. മുജ്തബ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഔദ്യോഗിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്നുമാണ് അധികൃതരുടെ വാദം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാന്റെ മകൻ യൂസഫ് പെസഷ്ക്യാൻ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ മുജ്തബയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ നയിക്കാൻ മുജ്തബ ഖാംനെയി ഉണ്ടാകുമോ? റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ എന്തായിരിക്കും ഇറാന്റെ ഭാവി? മുജ്തബ നേരിട്ട് ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതുവരെ ഈ ദുരൂഹത തുടരും.